മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായി കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു. കാര്യം കുക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് ഫിഷ് കറിയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. തേങ്ങ അരച്ചിട്ടല്ല, മുളവിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മുളവിട്ട് ഫിഷ് കറി വെക്കാൻ പറ്റുന്ന ഏത് ഫിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്കറിയാം ഇത് ഭയങ്കര നോർമൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഇത് എങ്ങനെയാണ് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മീൻചട്ടി എടുത്തിട്ടുണ്ട്. മീൻചട്ടിയിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുകും ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉലുവയും കടുകും ആഡ് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്. വെളുത്തുള്ളി ചെറിയ കഷ്ണമായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ആവും. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു പാകമാവുന്നത് വരെ. അപ്പം അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിക്ക് സോട്ട് ചെയ്ത് അത്യാവശ്യം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊരു കല്ലുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ സവാള യൂസ് ചെയ്യുന്നില്ല, ഈ ചെറിയ ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്യണം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. ഒരു 1.5 ടീസ്പൂൺ അത് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ നോർമൽ മുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയൊരു ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചിടാവും, നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം, ആ പച്ചമണമൊക്കെ മാറുന്ന വരെ. ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ പുളിയിട്ട് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയാൻ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുടംപുളി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയൊക്കെ വേവാനും സമയമെടുക്കും, അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിന്ന് അടച്ച് വെച്ചൊരു 5-6 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഫിഷ് കറി ഏകദേശം ആയി വരുന്നുണ്ട്. വെന്ത് വരികയാണ് കഷ്ണങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫിഷ് നെയ്മീനാണ്. ഇനി നമുക്ക് കരിവേപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫിഷ് കറി അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.